ന്യായാധിപന്മാർ 3-ാം അധ്യായം. ബാരിക്കുമോർ കാനാനിയിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനെയൊക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരിക്കുന്ന ജാതികളാവിത്. ഫെലിസ്ത്യരുടെ 5 പ്രഭുക്കന്മാരും എല്ലാ കാനാന്യരും സീദോന്യരും ബാൽ ഹർമോൻ പർവ്വതം മുതൽ ഹാമാത്തിലേക്കുള്ള പ്രവേശനം വരെ ലെബനോൻ പർവ്വതത്തിൽ പാർത്തിരുന്ന ഹിവ്യരും തന്നെ. മോശെ മുഖാന്തരം യഹോവ അവരുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കുമോ എന്നോ അവരെ കൊണ്ട് ഇസ്രായേലിനെ പരീക്ഷിച്ചറിവാനായിരുന്നു ഇവരെ വെച്ചിരിക്കുന്നത്. കാനാന്യർ, ഹിത്യർ, ആമോര്യർ, പെരിസ്യർ, ഹിവ്യർ, ഹെബൂസ്യർ എന്നിവരെയുള്ള ഇടയിൽ ഇസ്രായേൽ മക്കൾ പാർത്തു. അവരുടെ പുത്രിമാരെ തങ്ങൾക്ക് ഭാര്യമാരായിട്ടെടുക്കുകയും തങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയും അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമുള്ളത് ചെയ്തു. തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നു ബാൽ വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും സേവിച്ചു. അതുകൊണ്ട് യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അവൻ അവരെ മെസൊപ്പൊത്താമ്യയിലെ ഒരു രാജാവായ കൂശൻ രിശാഥയിനു വിറ്റുകളഞ്ഞു. ഇസ്രായേൽ മക്കൾ കൂശൻ രിശാഥാമീനെ 8 സംവത്സരം സേവിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ കാലേബിന്റെ മനുഷ്യനായ കെനിസിന്റെ മകൻ ഓൻസിനെ ഇസ്രായേൽ മക്കളുടെ രക്ഷകനായി ഏൽപ്പിച്ചു. അവൻ അവരെ രക്ഷിച്ചു. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. അവൻ ഇസ്രായേലിന് ന്യായാധിപതിയായി യുദ്ധത്തിനു പുറപ്പെട്ടാറെ. യഹോവ മെസൊപ്പൊത്താമ്യയിലെ രാജാവായ കൂശൻ ഷാഥായിനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ കൂശൻ രിശാഥായിനെ ജയിച്ചു. ദേശത്തിലെ 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. കെനീസിന്റെ മകനായ ഓൽസിയേൽ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമുള്ളത് ചെയ്യുക കൊണ്ട് യഹോവ മോവാബ് രാജാവായ എഗ്ലോനെ ഇസ്രായേലിനു വിരോധമായി ബലപ്പെടുത്തി. അവൻ ആമോനെയും ആമാക്കിരെയും കൂട്ടിക്കൊണ്ടുവന്നു ഇസ്രായേലിനെ തോൽപ്പിച്ചു. അവർ ഈ പട്ടണം കൈവശമാക്കി. അങ്ങനെ ഇസ്രായേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോനെ 18 സംവത്സരം സേവിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ അവർക്ക് ബെന്യാമീനായ കേരയുടെ മകനായി ഇടങ്കനയ്യനായ യെഹൂദിനെ രക്ഷകനായി ഏൽപ്പിച്ചു. അവന്റെ കൈവശം ഇസ്രായേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോന് കാഴ്ച കൊടുത്തയച്ചു. എന്നാൽ യോബ് 2 വയത്തലയും 1 മുഴം നീളവുമുള്ള ഒരു ചുരുക ഉണ്ടാക്കി. അത് വസ്ത്രത്തിന്റെ ഉള്ളിൽ വലത്തെ തുടക്കി കെട്ടി. അവൻ മോവാബ് രാജാവായ എഗ്ലോന്റെ അടുക്കൽ കാഴ്ച കൊണ്ടുവച്ചെന്നു. എഗ്ലോൻ ഏറ്റവും സ്തുലീച്ചൻ ആയിരുന്നു. കാഴ്ച വെച്ചു കഴിഞ്ഞപ്പോൾ കാഴ്ച ചുമന്നു കൊണ്ടുവന്നവരെ അവൻ അയച്ചു കളഞ്ഞു. എന്നാൽ അവൻ ഗിൽഗാലിനെതിരെയുള്ള വിഗ്രഹങ്ങളുടെ അടുക്കൽ നിന്നു മടങ്ങിച്ചെന്നു. രാജാവേ, എനിക്കൊരു സ്വകാര്യമുണ്ട് എന്ന് പറഞ്ഞു. ക്ഷമിക്ക എന്ന് അവൻ പറഞ്ഞു. ഉടനെ അടുക്കൽ നിന്നിരുന്ന എല്ലാവരും അവനെ വിട്ടു പുറത്തുപോയി. യേഹൂദ് അടുത്തു ചെന്നു. എന്നാൽ അവൻ തന്റെ ഗ്രീഷ്മഗൃഹത്തിൽ തനിച്ചു ഇരിക്കുകയായിരുന്നു. എനിക്കു ദൈവത്തിന്റെ അരുളപ്പാട് അറിയിപ്പാനുണ്ട് എന്ന് യഹൂദ് പറഞ്ഞു. ഉടനെ അവൻ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു എന്നാറേ. യഹൂദ് ഇടം കൈ നീട്ടി വലത്തെ തുടയിൽ നിന്ന് ചുരുക ഊരി അവന്റെ വയറ്റിൽ കുത്തിക്കടത്തി. അളക്കോടുകൂടി പിടിയും അകന്നു ചെന്നു. അവന്റെ വയറ്റിൽ നിന്നു ചുരുക അവൻ വലിച്ചെടുക്കായകയാൽ മേധസ്സു അലക്കിന്മേൽ പൊതിഞ്ഞിടഞ്ഞു. അതു പൃഷ്ഠഭാഗത്തു മുറിപ്പെട്ടു. പിന്നെ യഹൂദ് പൂമുഖത്ത് ഇറങ്ങി പുറകെ മാളികയുടെ വാതിൽ അടച്ചുപൂട്ടി. അവൻ പുറത്തു ഇറങ്ങിപ്പോയ എഗ്ലോന്റെ ഭൃത്യന്മാർ വന്നു. അവർ നോക്കി മാളികയുടെ വാതിൽ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ഗ്രീഷ്മയുടെ ഗൃഹത്തിൽ വിസർജനത്തിനിരിക്കുകയായിരിക്കുമെന്ന് അവർ പറഞ്ഞു. അവർ കാത്തിരുന്ന് വിഷമിച്ചു. അവൻ മുറിയുടെ വാതിൽ തുറക്കായക കൊണ്ടു. അവർ താക്കോൽ എടുത്ത് തുറന്നു. തമ്പുരാൻ നിലത്ത് മരിച്ചു കിടക്കുന്നത് കണ്ടു. എന്നാൽ അവർ കാത്തിരിക്കുന്നതിനിടയിൽ യഹൂദ് ഓടിപ്പോയി വിഗ്രഹങ്ങളെ കടന്നു സിരിയയിൽ എത്തിച്ചേർന്നു. അവിടെ എത്തിയ ശേഷം അവൻ എഫ്രീം പർവ്വതത്തിൽ കാഹളമൂതി. ഇസ്രായേൽ മക്കൾ അവനോടുകൂടെ പർവ്വതത്തിൽ നിന്നിറങ്ങി. അവൻ അവർക്ക് നായകനായി. അവൻ അവരോട്, എന്റെ പിന്നാലെ വരുവിൻ, ശത്രുക്കളായ മോവാബ്യരെ യഹോവ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ അവന്റെ പിന്നാലെ ഇറങ്ങിച്ചെന്നു. മോവാബിനു നേരെയുള്ള യോദ്ധാന്റെ കടവുകൾ പിടിച്ചു. അവരെയും കടപ്പാൻ സമ്മതിച്ചതുമില്ല. അവർ ആ സമയം മോവാബ്യരിൽ ഏകദേശം 10,000 പേരെ വെട്ടിക്കളഞ്ഞു. അവർ എല്ലാവരും ബലവാന്മാരെ യുദ്ധവീരന്മാരുമായിരുന്നു.
ഒരുത്തനും ചാടിപ്പോയില്ല. അങ്ങനെ അക്കാലത്ത് മോവാബ് ഇസ്രായേലിന് കീഴടങ്ങി. ദേശത്ത് 80 സംവത്സരം സ്വസ്ഥതയുണ്ടാവുകയും ചെയ്തു. അവന്റെ ശേഷം അനാത്തിന്റെ മകനായ ശങ്കർ എഴുന്നേറ്റു. അവർ ഒരു മുഴങ്കോൽ കൊണ്ടു ഫെലിസ്ത്യരിൽ 600 പേരെ കൊന്നു. ഇസ്രായേലിനെ രക്ഷിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു.